السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله رسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം നിധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ചർച്ചാ വിഷയം ജംഉം ഖസ്റും. പറഞ്ഞു വന്നത് ഖസ്റിനെ സംബന്ധിച്ചായിരുന്നു. ഖസ്റാക്കാം എന്നുള്ളതിന്റെ തെളിവുകൾ. രണ്ടാമതായി പറഞ്ഞത് യാത്ര പുറപ്പെടുന്നതിന്റെ മുമ്പ് വീട്ടിൽ വെച്ചിട്ട് തന്നെ ഖസ്ർ ചെയ്യുന്നത് ജായിസല്ല. പിന്നീട് പറഞ്ഞത് അതിന്റെ ദൂരത്തെ സംബന്ധിച്ച് നമ്മൾ തുടങ്ങി വെച്ചു. ഏതാണ്ട് 20ഓളം അഭിപ്രായങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട 2 അഭിപ്രായങ്ങൾ. അതിലൊന്നാമത്തെ അഭിപ്രായം, ഒരു നിർണിത ദൂരം യാത്ര ചെയ്താൽ അയാൾക്ക് ഖസ്റാക്കാം. അതിനവർ പറഞ്ഞത് 4 ബുർദ്, അതല്ലെങ്കിൽ 16 ഫർസഖ്, 48 മൈല്. അതിന്റെ തെളിവുകൾ ഉദ്ധരിച്ചു. ഒന്ന് നമ്മൾ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ള ഹദീസ്, മഹ്റമില്ലാതെ യാത്ര ചെയ്യുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വിധികൾ വിശദീകരിക്കുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവിടെ പണ്ഡിതന്മാർ തെളിവ് പിടിച്ച രീതി, ഇമാം ബുഖാരി അത് കൊണ്ടുവന്നത്, അതേപോലെ തന്നെ തഅലീഖായി ഇമാം ബുഖാരി ഉദ്ധരിച്ചത് ഇബ്നു അബ്ബാസും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവും 4 ബുർദ് യാത്ര ചെയ്താൽ അവർ ഖസ്റാക്കുമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും ചുരുങ്ങിയത് 4 ബുർദെങ്കിലും ഉണ്ടാകണം, എങ്കിലേ നമസ്കാരം ഖസ്റാക്കാൻ പാടുള്ളൂ. ഇനി അതിന്റെ ചില തെളിവുകൾ കൂടി പറയാനുള്ളത്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ 1-2 റിപ്പോർട്ടുകൾ. അതിലൊന്ന് അദ്ദേഹം പറഞ്ഞത് മക്കക്കാരെ വിളിച്ചുകൊണ്ട് പറഞ്ഞ റിപ്പോർട്ട്, ലാ തഖ്സുറൂ ഫീ അഖല്ല മിൻ 4 ബുർദ്, 4 ബുർദിൽ കുറവുള്ളതിൽ നിങ്ങൾ ഖസ്റാക്കരുത്. നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇത് മർഫൂ ആയിട്ടും വന്നിട്ടുണ്ട്, മൗഖൂഫ് ആയിട്ടും വന്നിട്ടുണ്ട്. മർഫൂഉം മൗഖൂഫും എന്താണെന്നുള്ളത് പല തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്.
മർഫു ആയി വന്നത് ലഈഫാണ്. എന്നാൽ ഇബ്നു അബ്ബാസിൽ നിന്നും മൗഖൂഫായി വന്നത് സ്വഹീഹാണ്. അല്ലയോ മക്കക്കാരെ, ലാ തഖ്സുറൂ, നിങ്ങൾ ഖസ്റാക്കരുത്, ഫി അഖല്ല മിൻ അർബഅത്തി ബുറുദ്, 4 ബുറുദിൽ കുറവാണെങ്കിൽ നിങ്ങൾ ഖസ്റാക്കരുത്. ഇതാണ് ഇവരുടെ രണ്ടാമത്തെ വിഷയത്തിലുള്ള തെളിവ്. ഇത് സഹീഹാണ് ഇബ്നു അബ്ബാസിൽ നിന്നുള്ള അസ്റായിട്ട്. അതേപോലെ തന്നെ മറ്റൊന്ന് നമ്മൾ പറഞ്ഞത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അത്വാ റളിയല്ലാഹുവിൽ നിന്നുള്ളത്, ഖാല, അദ്ദേഹം പറഞ്ഞു, സുഇല ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിക്കപ്പെട്ടു. ഇബ്നു അബ്ബാസിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു റിപ്പോർട്ടാണ്. അഖ്സുറു സ്വലാത്ത ഇല അറഫ, അറഫയിലേക്കുള്ള ദൂരം എനിക്കതിൽ നിസ്കാരം കസ്റാക്കാൻ പാടുണ്ടോ? ഖാല, അദ്ദേഹം പറഞ്ഞില്ല, അത് പാടില്ല. ഖുൽതു, ഞാൻ ചോദിച്ചു, ഇലാ മിനൻ, മിനയിലേക്കുള്ള ദൂരം, ഞാൻ മിനയിലേക്ക് പോവുകയാണെങ്കിൽ എനിക്ക് കസ്റാക്കാൻ പാടുണ്ടോ? ഖാല, അദ്ദേഹം പറഞ്ഞു, ലാ, വലാകിൻ ഇലാ ജുദ്ദ വ ഇലാ ഉസ്ഫാൻ വ ഇല ത്വായിഫ്. ഇവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അറഫയില് കസറാക്കാൻ പറ്റും. അറഫയിലേക്ക് ഉള്ള യാത്രയില് ആ അറഫയിലേക്ക് അതിൽ കസറാക്കാൻ പാടില്ല. മിന, മിനയിലേക്കും പാടില്ല. എന്നാൽ ജുദ്ദ വ ഇല ഉസ്ഫാൻ വ ഇല ത്വായിഫ്, മക്കയിൽ നിന്നും ത്വായിഫിലേക്ക്, അതേപോലെ ഉസ്ഫാൻ, ഉസ്ഫാനിലേക്ക്, അതേപോലെ ജുദ്ദ, ജുദ്ദയിലേക്ക്, അതിന്റെ ഇടയിൽ നിങ്ങൾക്ക് കസ്റാക്കാം. ഇത് അബ്ദുറസാഖിന്റെ മുസന്നഫിലുണ്ട്. അതേപോലെ തന്നെ മറ്റു പല ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ അസർ സ്വഹീഹാണ്. ബൈഹഖി ഉദ്ധരിച്ചിട്ടുണ്ട്, മറ്റു പലരും ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ഇതിലുള്ളത്? ആ മക്കയിൽ നിന്നും ഉസ്ഫാൻ, അതേപോലെ ജുദ്ദ, ത്വായിഫ്, അടക്ക് കസ്റാക്കാം. അതിനെന്താ കാരണം? അതിന്റെ ഇടക്ക് 4 ബുർദ് വരും. അപ്പൊ അതുകൊണ്ടാണ് അവരെന്ത് പറഞ്ഞത്? ഏറ്റവും ചുരുങ്ങിയത് 4 ബുർദെങ്കിലും ഉണ്ടാകണം, എങ്കിലേ കസ്റാക്കുന്നത് ജായിസാവുകയുള്ളൂ എന്ന് പറയാനുള്ള കാരണം ഈ അസറുകളാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുവത്തയിൽ ഇതിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞു, ബൈന മക്ക വത്വായിഫ് വജുദ്ദ വഉസ്ഫാൻ അർബഅത്തു ബുർദ്, 4 ബുർദുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം കസ്റാക്കാം എന്ന് പറഞ്ഞത്. അത് മക്കക്കും ത്വായിഫിനും ഇടയിൽ, അതേപോലെ തന്നെ മക്കക്കും ജുദ്ദക്കും ഇടയിൽ, മക്കക്കും ഉസ്ഫാനിനും ഇടയിൽ 4 ബുർദുണ്ട്. അത് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി മുവത്തയിൽ ഉദ്ധരിച്ചാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് കസ്റാക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിന്റെ സനദ് സഹീഹാണ്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി മജ്മുഅയില് ഇത് സഹിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, മറ്റു പലരും ഇത് സഹിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് അസറുകളുണ്ട്, നമ്മൾ പറഞ്ഞതും പറയാത്തതുമായ ഒരുപാട് അസറുകൾ. ഇതൊക്കെ ഇവര് തെളിവ് പിടിച്ചത് അഖല്ല്, അതായത് കസറാക്കാവുന്ന ദൂരം, അതിന്റെ ഏറ്റവും ചുരുങ്ങിയ പരിധി 4 ബുർദെങ്കിലും ഉണ്ടാകണം. ആണ് ഇമാം ബുഖാരി സിത്തത്തു അശറ ഫർസഖ്, ഫറാസിഖ്, 16 ഫർസഖ് എന്ന് പറഞ്ഞത്. അതാണ് നമ്മൾ 48 മീല് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ തെളിവുകൾ നമ്മൾ മനസ്സിലാക്കി. ചിലത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഇത് നമ്മൾ രണ്ടാമത്തെ നിലപാട് പറയും. അപ്പൊ ഈ ഒരു നിലപാട് സ്വീകരിച്ച ആൾക്കാരൊക്കെ വിദഅത്തിന്റെ ആൾക്കാർ, അല്ലെങ്കിൽ മറ്റേ നിലപാട് സ്വീകരിച്ച ആളുകളൊക്കെ അവരൊക്കെ ശരിയായ ആൾക്കാർ. അങ്ങനെ നിലപാട് ഇതിൽ സ്വീകരിക്കാൻ യാതൊരു നിവൃത്തിയില്ല. കാരണം ഇത് രണ്ടും പണ്ഡിതന്മാർ വിശദീകരിച്ചെന്ന് തന്നെയാണ്. അപ്പൊ അതിൻ്റെതായ തെളിവുകളും കാര്യങ്ങളും അവർ നമുക്ക് പറഞ്ഞു തരാണത്, എങ്ങനെയൊക്കെയാണ് അവർ തെളിവ് പിടിച്ച രീതികൾ എന്നുള്ളത്. അപ്പൊ 2 കൂട്ടർക്കും അതിൻ്റെതായ തെളിവുകൾ ഉണ്ട് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ 4 ബുർദ് എന്ന് പറയുന്ന ആളുകൾ മറ്റതും പറഞ്ഞു തന്നിട്ടുണ്ട്. ഏത്? ഉറുഫ്, ഉറുഫിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് സ്വീകരിക്കാവുന്നതാണ്. അത് സ്വീകരിക്കുന്ന ആൾക്കാർ വിദഅത്തിന്റെ ആൾക്കാരാണെന്നുള്ളത് ഈ 4 ബുർദിന്റെ ആൾക്കാർ പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ യാത്രയുടെ ദൂരം, അത് കൃത്യമായ ഇത്ര ദൂരം സഞ്ചരിച്ചെങ്കിലേ യാത്രയാവൂ എന്നുള്ളത്
ചെയ്യാൻ പഠിപ്പിക്കാത്തത് കൊണ്ട് ഉറുഫിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കാം, അതാണ് തെളിവുള്ളത് എന്ന് പറഞ്ഞ ആൾക്കാർ, ദൂരം കൃത്യം 4 ബുർദ് വേണം ഏറ്റവും ചുരുങ്ങിയത് എന്ന് പറഞ്ഞ ആൾക്കാരെ വിധത്തിന്റെ ആൾക്കാരാക്കിയിട്ടില്ല. ഇപ്പൊ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മജ്മൂ ഫത്താവയില് ഇതിങ്ങനെ ഒരുപാട് പേജുകൾ ഇത് ചർച്ച ചെയ്യുന്നുണ്ട്. അതിലൊരു സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞത് ഇതാണ്, ഇത് ഇജ്തിഹാദിയായ ഒരു വിഷയമാണ്. അതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു നിലപാട് സ്വീകരിച്ചാൽ അതിന്റെ പേരിൽ അയാളെ ഹജ്ർ ചെയ്യാൻ പാടില്ല എന്ന് അദ്ദേഹം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇത് സമയം ഉണ്ടെങ്കിൽ നമുക്കത് പറയാം. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് അസറുകൾ അവര് വിശദീകരിച്ചു, സ്വഹിയായിട്ടുള്ള അസറുകൾ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഏറ്റവും ചുരുങ്ങിയത് 4 ബുർദ് ഉണ്ടാകണം എന്ന് പറഞ്ഞത്. പിന്നെ അവർ പറഞ്ഞൊരു സംഗതി എന്താ വെച്ചാല്, ഏറ്റവും ചുരുങ്ങിയത് ഈ 4 ബുർദെങ്കിലും ഉണ്ടെങ്കിലേ അതൊരു യാത്രയായി പരിഗണിക്കുള്ളൂ. കാരണം യാത്രയെ സംബന്ധിച്ചിടത്തോളം അതിലൊരു മശക്കത്ത്, ഒരു പ്രയാസം ഉണ്ടാകും, അതില് ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെയൊക്കെ ഏറ്റവും ചുരുങ്ങിയത് എന്താണ്, ഒരു 4 ബുർദെങ്കിലും ഉണ്ടെങ്കിലേ യാത്രയിൽ അത് ഉണ്ടാകുള്ളൂ എന്നുള്ളത് ഇവർ പറയുന്ന വേറെ ന്യായമാണ്. ഏറ്റവും ചുരുങ്ങിയത് 4 ബുർദെങ്കിലും ഉണ്ടാകണം, അതൊരു യാത്രയായിട്ട് പരിഗണിക്കുള്ളൂ. അപ്പൊ ഈ ഒരു 4 ബുർദ് അതിന് പരിധി വെക്കുമ്പോൾ എന്താകും, സ്വാഭാവികമായിട്ടും ആ ഒരു യാത്രയുടെ മശക്കത്ത്, ആ ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ട് അതിൽ വരും. അതുകൂടി ഇവര് ഇതിൽ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. യാത്ര എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ട്, ഒരു പ്രയാസം, അതിൻ്റെതായ ഒരു പ്രയാസങ്ങൾ അതിലുണ്ടാകുമല്ലോ. അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് ഒരു 4 ബുർദെങ്കിലും ഉണ്ടായെങ്കിലേ ആ മശക്കത്ത് അതിലുണ്ടാകുള്ളൂ എന്നുള്ളതാണ് ഇവർ പറയുന്ന വേറെ ന്യായം. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അതൊന്ന് അവരുടെ തെളിവുകളും കാര്യങ്ങളും. ഇനി രണ്ടാമത് മനസ്സിലാക്കേണ്ടത്, അപ്പോ ഏറ്റവും ചുരുങ്ങിയത് 4 ബുർദെങ്കിലും വേണം എന്നുള്ളതാണ് ജുംഹൂറിന്റെ അഭിപ്രായം. ഈ അഭിപ്രായം തന്നെയാണ് ആർക്കുള്ളത്, ലജ്നത്ത് ദായിമ വിശദീകരിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അഭിപ്രായത്താണ്. അതേപോലെ തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ല അദ്ദേഹത്തിന്റെ അഭിപ്രായത്താണ്. അവരൊക്കെ പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് ഈ 4 ബുർദ് വേണം. അതായത് 80 കിലോമീറ്റർ, അല്ലെങ്കിൽ 83 കിലോമീറ്റർ, 88. അത് തഖരീബ് എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. തഖരീബ് എന്ന് പറഞ്ഞാല് കറക്റ്റ് അല്ല, ഏതാണ്ട്, ഏകദേശം തഖരീബ് അതെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് അപ്പൊ അത് 80 ആകാം, 83 ആകാം, 88 ആകാം. ഇനി ഒരാൾ പറയണ 79, അത് പറ്റൂല, അത് പറയാൻ പറ്റൂല. ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ഒരു ഫത്വയിൽ അദ്ദേഹം 70 വരെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം 80 പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഒരു സ്ഥലത്ത് അദ്ദേഹം 70 എന്ന് പറഞ്ഞിട്ടുണ്ട്, 70 അല്ലെങ്കിൽ 80 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് ലജ്നത്ത് ദായിമയുടെ ഒരു ഫത്വയില് അവരോട് ചോദ്യം ചോദിച്ചു, ടാക്സി ഡ്രൈവർ ചോദ്യം ചോദിച്ചു, ഞാൻ അങ്ങനെ 300 കിലോമീറ്ററിലധികം ഞാനൊരു ദിവസം ഇങ്ങനെ ടാക്സിയിൽ പോകാറുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇത് യാത്രയുടെ ഇതെനിക്ക് അനുവദനീയാണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അവരതിന് കൊടുക്കുന്ന മറുപടി, സ്വലാത്തുൽ ഖസ്രി ഹിയ തുസല്ലി ളുഹർ റകഅത്തൈനി വൽ അസ്ർ റകഅത്തൈനി വൽ ഇശാ റകഅത്തൈനി ഇദാ കുൻത ഫീ സഫറിൻ യുബീഹുൽ ഖസ്റ. അത് പറഞ്ഞിട്ട് ഇതിന് ശേഷം പറയുന്നത്, വ മിഖ്ദാറുൽ മസാഫത്തിൽ മുബീഹ ലിൽ ഖസ്രി 80 കിലോമീറ്റർ. ലജ്നത്ത് ദായിമ അതാണ് പറയുന്നത്. അതായത് മിഖ്ദാറുൽ മസാഫത്തിൽ മുബീഹ ലിൽ ഖസ്രി, ഖസ്ർ അനുവദനീയമാകാനുള്ള മസാഫത്ത്, ദൂരം 80 കിലോ, അത് 80 കിലോമീറ്റർ ആണ്. തഖരീബൻ, ഏതാണ്ട്. അലാ റഈ ജുംഹൂരിൽ ഉലമ, കണ്ടോ, ഉലമാക്കളിൽ ജുംഹൂറിന്റെയും റഈ അനുസരിച്ചിട്ട് ഏതാണ്ട് തഖരീബൻ 80 കിലോ, 80 കിലോമീറ്റർ ആണ്. അതുകൊണ്ട് വയജൂസുൽ ഇസായിക്ക് സയ്യാറത്തിൽ ഉജറ ഔ ഗൈരിഹി അൻ യുസല്ലിഹ ഖസ്റ, അതുകൊണ്ട് ഈ ടാക്സി ഡ്രൈവർക്ക് എന്ത് ചെയ്യാം, അയാൾക്ക് ഖസ്റാക്കി നിസ്കരിക്കാം. അപ്പൊ ലജ്നത്ത് ദായിമ പറഞ്ഞത് തന്നെയാണ്. അതിന് നമ്മൾ കൂടുതൽ വിശദീകരിക്കണമെന്ന് തോന്നുന്നില്ല. ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് ഫൗസാൻ ഇവരൊക്കെ ഈ ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ രണ്ടാമത്തെ നിലപാടിലേക്ക് വരാം. രണ്ടാമത്തെ നിലപാടുകളോട് സംബന്ധിച്ചിടത്തോളം അവര് പറയുന്നത്, ഇങ്ങനെ 4 ബുർദെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഉണ്ടാകണം, എങ്കിലേ നമസ്കാരം ഖസ്റാക്കാൻ പാടുള്ളൂ എന്നുള്ളതിന് തെളിവില്ല എന്നുള്ളതാണ് ഇവരുടെ അഭിപ്രായം.
അവര് പറയുന്നത് യാത്ര തൊവീലാകട്ടെ, യാത്ര ഖസീറാകട്ടെ, സഫറുൻ തൊവീൽ, സഫറുൻ ഖസീർ, അത് ദീർഘമായ യാത്രയാകട്ടെ, അത് ചെറിയൊരു യാത്രയാകട്ടെ, അതിനെന്ത് വെച്ചിട്ടില്ല, ഒരു മുദ്ദത്തുൻ മുഅയ്യന, അതിനൊരു ഇത്ര സമയം അല്ലെങ്കിൽ ഇത്ര ദൂരം എന്നൊരു നിയമം തെളിവില്ല. അങ്ങനെ നിയമം വെക്കുന്നതിന് തെളിവില്ല എന്നാണ് ഇവരുടെ വാദം. ഇത് വലിയൊരു വിഭാഗം ആളുകള് ഈ അഭിപ്രായമാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്ത് 4 വൃദ്ധില് ചുരുങ്ങിയാൽ എന്ത് ചെയ്യാം, സഫറാണോ എങ്കിൽ കസറാക്കാം. ആര് പറയുന്നത് ഉർഫിലേക്ക് മടങ്ങണം എന്നുള്ളതാണ്. ഉർഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, എന്താണോ ആളുകൾ യാത്രയായി കാണുന്നത് ആ യാത്രയിൽ അയാൾക്ക് കസറാക്കാം. 4 വൃദ്ധ് കുറഞ്ഞാലും ശരി, കൂടിയാലും ശരി. ഇതാണ് ഇവരുടെ അഭിപ്രായം. ഇവരുടെ തെളിവുകൾ എന്താ? ഇവരതിലെ തെളിവുകൾ ഉദ്ധരിക്കുന്നുണ്ട്, മറ്റുള്ള ആളുകൾ ഉദ്ധരിച്ച തെളിവുകൾ അവർ ഗണ്ണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവർ പറയുന്നത് ഖുർആനിലും ഹദീസിലും കസറാക്കാൻ പറഞ്ഞിട്ടുള്ള ആയത്തുകൾ, ഹദീസുകൾ, അതൊക്കെ മുത്തലക്കായിട്ടാണ് പ്രയോഗിച്ചിട്ടുള്ളത്. നല്ല തെളിവാണ്. അവിടെ മുഖയ്യദല്ല, ഒക്കെ മുത്തലക്കാണ്. മുത്തലക്ക് എന്ന് പറഞ്ഞാൽ നിരുപാധികമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അവൻ കാനമിൻകും മരീളൻ ഔ അലാ സഫരിൻ, അല്ലെ, സഫർ എന്നേ പ്രയോഗിച്ചിട്ടുള്ളൂ. അതേപോലെ കസറിനെ സംബന്ധിച്ച് നിസായിലെ 101-ാമത്തെ ആയത്ത്, വൈദാ ലറബ്തും ഫിൽ അർളി ഫലൈസ അലൈക്കും ജുനാഹുൻ അൻ തഖ്സുറൂ മിനസ്സലാ വൈദാ ലറബ്തും ഫിൽ അർളി എന്നാ പറഞ്ഞിട്ടുള്ളത്. ലറബ, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിച്ചാൽ. അതേപോലെ തന്നെ ഹദീസുകളിൽ ഖസറിനെ സംബന്ധിച്ച് വന്നിട്ടുള്ള ഹദീസ് നമ്മളതൊക്കെ പറഞ്ഞു. ഹദറിലെ നിസ്കാരം വർദ്ധിപ്പിച്ചു, ഖസറിലേത് അത് അങ്ങനെ തന്നെ, അത് അങ്ങനെ തന്നെ നിലനിർത്തി. അവിടൊക്കെ എന്തേ പറഞ്ഞിട്ടുള്ളൂ, സഫർ സഫർ എന്ന ഒക്കെ മുത്തലക്കാണ്, നിരുപാധികമായ പ്രയോഗങ്ങളാണ്. അവിടെ ഇത്ര ദൂരം, മിനിമം ഇത്ര ദൂരം സഞ്ചരിച്ചെങ്കിലേ യാത്രയായി പരിഗണിക്കുകയുള്ളൂ എന്ന് അവിടെ ഒരു ഖൈദ് വെച്ചിട്ടില്ല. അങ്ങനെയുള്ള പറഞ്ഞിട്ടുള്ളത് ഖുർആനിലും സുന്നത്തിലും അതിന് ഖൈദ് വെച്ചിട്ടില്ല. അത് മുത്തലക്കായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്ര ദൂരം സഞ്ചരിച്ചെങ്കിലേ യാത്രയാവും എന്ന് പറയാൻ നമുക്ക് ദീനിൽ തെളിവില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, ഉർഫിലേക്ക് മടങ്ങണം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, ഏത് സന്ദർഭത്തിലേക്കാണ് ഉർഫിലേക്ക് മടങ്ങേണ്ടി വരിക? അദ്ദേഹം പറഞ്ഞു, കുല്ലു ഇസ്മിൻ ലൈസ ലഹു ഹദ്ദുൻ ഫിൽ ലുഗതി വലാ ഫിശ് ശറഅ, ശറഇലോ ലുഗത്തിലോ ഒരു പരിധി വെക്കാത്ത ഒരു കാര്യം, അങ്ങനെയുള്ള എല്ലാ ഇസ്മുകളും എല്ലാ കാര്യങ്ങളും അതിനൊരു ഹദ്ദ് വെച്ചിട്ടില്ല, ഒരു പരിധി വെച്ചിട്ടില്ല. ലുഗത്തിലും ഇല്ല, ശറഇലും ഇല്ല. ലുഗത്തിൽ എന്ന് പ്രത്യേകം പറയാൻ കാരണമുണ്ട്. മിനിമം ഇത്ര ദൂരം സഞ്ചരിച്ചെങ്കിലേ സഫറാകുള്ളൂ എന്നുള്ളത് ഭാഷയിൽ നിയമമുണ്ടോ? ഭാഷാപരമായിട്ട് പോലും അങ്ങനെ നിയമമല്ല. മിനിമം എത്ര ദൂരം സഞ്ചരിക്കണം എങ്കിലേ അത് യാത്രയായി തീരുള്ളൂ എന്നുള്ള ഭാഷാപരമായിട്ട് പോലും അങ്ങനെ നിയമമുണ്ടോ? ഇല്ല. അപ്പൊ ലുഗവിയായിട്ടും ഒരു ഹദ്ദ് ഇതിനില്ല, ശറഇയായിട്ടും ഹദ്ദില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സംഗതി, ഫൽ മർജിഉ ഫീഹി ഇലൽ ഉർഫ്, അപ്പൊ എന്ത് ചെയ്യണം, ഉർഫിലേക്ക് മടങ്ങണം. ഇബ്നു തൈമിയ്യ മജ്മൂ ഫതാവയില് വിശദീകരിക്കണം. ഉർഫിലേക്ക് മടങ്ങണം. ഫമാ കാന സഫറൻ ഫീ ഉർഫി നാസി ഫഹുവ സഫർ അല്ലദീ അല്ലക ബിഹി ശാരിഉ ലഹും ഫമാ കാന സഫറൻ ഫീ ഉർഫി നാസി ഫഹുവ സഫർ. ഇതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ജനങ്ങൾ യാത്രയായി പരിഗണിക്കുന്നത് എന്താണോ, യാത്രയായിട്ട് കാണുന്നത് എന്താണോ, അതാണ് സഫർ. അവർക്ക് ഈ കസർ, അവർക്ക് നമസ്കാരം കസറാക്കാം, അവർക്ക് നോമ്പ് മുറിക്കാം, അവർക്ക് ഹുഫയിൽ തടവുന്ന അളവുകൾ, യാത്രയുമായി ബന്ധപ്പെട്ടതൊക്കെ അവർക്ക് ജായിസാണ്. അപ്പോ ഭാഷാപരമായിട്ടും ഇങ്ങനെ നിയമമല്ല. അത്ര മിനിമം എത്ര ദൂരം ഉണ്ടെങ്കിലേ അത് യാത്രയാകുള്ളൂ എന്നുള്ള ഭാഷയിലെ നിയമമല്ല. ശരിയാണ്. ഖുർആനിലും ഹദീസിലും പറഞ്ഞിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്, മുത്തലക്കായിട്ടാണ്. അപ്പൊ മിനിമം 4 ബുർദെങ്കിലും ഉണ്ടെങ്കിലേ
നമസ്കാരം കസറാക്കുക എന്നുള്ളതിന് നമുക്ക് അങ്ങനെ ഒരു തെളിവ് നമുക്ക് അങ്ങനെ ഒരു നിബന്ധന നമുക്ക് വെക്കാൻ പാടില്ല. അത് ഉർഫിലേക്ക് മടങ്ങണം. ജനങ്ങൾ യാത്രയായി കാണുന്നത് അത് യാത്രയാണ്. ഇതാണ് ഇവർ സ്വീകരിച്ചുള്ള നിലപാട്. ഇനി ഇതല്ല, ഇതിൽ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഇത് അവരുടെ ഒന്നാമത്തെ പോയിന്റ് ഇതാണ്. ഏത് ഉറഫിലേക്ക് മടങ്ങണം എന്ന് പറയുന്ന ആൾക്കാരുടെ ഒന്നാമത്തെ തെളിവ് ഇതാണ്. ഏത് 4 ബുർദിൽ കുറവാണെങ്കിലും യാത്രയാണോ നിസ്കാരം കസറാക്കാം. ഇനി ഇത് മാത്രമല്ല അവരുടെ തെളിവുകൾ. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ, നേരത്തെ നമ്മൾ ഒരുപാട് അസറുകൾ ഉദ്ധരിച്ചാലോ. ഏത് 4 ബുർദ് പിന്നെ തെളിവായി പറഞ്ഞവർ ഒരുപാട് അസറുകൾ ഉദ്ധരിച്ചു. അതിനെതിരായിട്ട് കുറെ തെളിവുകൾ ഇവർ കൊണ്ടിരുന്നുണ്ട്. ഏത് 4 ബുർദിൽ കുറഞ്ഞ് പിന്നെ യാത്ര ചെയ്ത സന്ദർഭത്തിലും സഹാബികൾ കസറാക്കിയതിന് ഒരുപാട് തെളിവുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അതോടുകൂടി മറ്റേ വാദം പൊളി. 4 ബുർദിന്റെ ഒരുപാട് തെളിവുകൾ നമ്മൾ ഉദ്ധരിച്ചു. അവർ പറയുന്നത് ഓക്കെ, 4 ബുർദ് കുറഞ്ഞതിൽ യാത്ര ചെയ്തതിലും സഹാബികൾ കസറാക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഏതാണോ യാത്ര 4 ബുർദ്, ഓക്കെ, 4 ബുർദിൽ കസറാക്കാം. 4 ബുർദിൽ കുറവാണ് ഒരാൾ യാത്ര ചെയ്യുന്നതെങ്കിൽ യാത്രയാണോ അതിലും കസറാക്കാം. ഇതാണ് ഇവരുടെ നിലപാട്. ഇതിനവർക്ക് അതിൻ്റെതായ അസറുകൾ വിരുദ്ധരിച്ചിട്ടുണ്ട്. അസറുകൾ മാത്രമല്ല, അതിലെ ഹദീസുകളും വന്നിട്ടുണ്ട്. ഒരു ഹദീസ് അനസ് റളിയല്ലാഹുവിൽ നിന്നുള്ള ഒരു ഹദീസിൽ കാണാം. അതില് ശുഅബ അൻ യഹ്യ ഇബ്നു യസീദ് അൽ ഹുനായി, യഹ്യ ഇബ്നു യസീദ് അൽ ഹുനായി അദ്ദേഹം പറയുന്നു, ഖാല സഅൽതു അനസ് ഇബ്നു മാലിക് അൻ ഖസ്രി സ്വലാഹ്. നമുക്ക് നോക്കണം വിഷയം പോണ രീതി. അനസ് റളിയല്ലാഹുവിനോട് ഞാൻ ചോദിച്ചു, അൻ ഖസ്രി സ്വലാഹ്, നിസ്കാരം കസറാക്കുന്നതിനെ സംബന്ധിച്ച് ഞാൻ ചോദിച്ചു. ആരോട്? അനസ് റളിയല്ലാഹു. ഇതിന്റെ വേറെ റിവായത്തില് ഫത്തുൽ ബാരിയിൽ വേറെ ബൈഹക്കിന്റെ റിപ്പോർട്ടിൽ കാണാം. അദ്ദേഹം പറയുന്നുണ്ട്, എന്ത്, യഹ്യ ഇബ്നു യസീദ് പറയുന്നുണ്ട്, വകുന്തു അഖ്റജു ഇലൽ കൂഫ മിനൽ ബസറ, ഞാൻ എന്ത് ചെയ്യാറുണ്ട്, ബസറയിൽ നിന്ന് ഞാൻ കൂഫയിലേക്ക് പോകാറുണ്ട്. ആ സമയത്ത് ഞാൻ നിസ്കാരം കസറാക്കലുണ്ട് എന്ന് വേറെ ചില റിവായത്തുകളിൽ കാണാം. അപ്പൊ യഹ്യ ഇബ്നു യസീദ് അൽ ഹുനായി അനസ് റളിയല്ലാഹുവിനോട് ചോദിക്കാണ് ഖസ്റിനെ സംബന്ധിച്ച്. അപ്പൊ ചോദ്യം എന്താണ്? ഖസ്രി സ്വലാത്തി, നമസ്കാരം ഖസ്റാക്കുന്നതിനെ സംബന്ധിച്ചാണ് ചോദ്യം. ഖാല, അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖറജ മസീറത സലാസതി അംയാലിൻ ഔ സലാസതി ഫറാസിഖ് ശുഅബത്തു ഷാഖ് സല്ലല്ലാ റകഅതൈൻ. എന്താ പറഞ്ഞ? അനസ് റളിയല്ലാഹു അൻഹു തെളിവ് പറഞ്ഞു കൊടുക്കുന്നത് എന്താ? ഹദീസാണ്. എന്താ തെളിവ്? കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു, ഇദാ ഖറജ, പുറപ്പെട്ടാൽ, മസീറത സലാസതി അംയാൽ, 3 മൈൽ. 3 മൈല്, 1 മൈൽ എന്ന് പറഞ്ഞാൽ 2 കിലോമീറ്റർ തികയില്ല. 3 മൈൽ. ഔ സലാസതി ഫറാസിഖ്, അല്ലെങ്കിൽ 3 ഫർസഖ്. 1 ഫർസഖ് 3 മൈൽ, ഏതാണ്ട് 5 കിലോമീറ്റർ. 1 ഫർസഖ്. അവ 3 ഫർസഖ്, അതല്ലെങ്കിൽ 3 മൈൽ. ഇവിടെ ശോഭക്ക് സംശയമുണ്ട്, 3 മൈലാണോ 3 ഫർസഖാണോ? അതുകൊണ്ട് ഈ ഹദീസിനെ വിശദീകരിച്ച പണ്ഡിതന്മാർ പറഞ്ഞു, സൂക്ഷ്മതക്ക് വേണ്ടി നമുക്ക് 3 ഫർസഖ് എടുക്കാം. 3 ഫർസഖ് എടുക്കാം, ആയിക്കോട്ടെ, മൈലവിടെ നിൽക്കട്ടെ, 3 ഫർസഖ് എടുക്കാലോ. അങ്ങനെ ഈ 3 മൈല് അല്ലെങ്കിൽ 3 ഫർസഖ് ദൂരം യാത്ര ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലാ റകഅതൈൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 റകഅത്ത് നിസ്കരിക്കും. അപ്പോ നേരത്തെ പറഞ്ഞ അർബഅത്ത് ബുർദ് എന്തായി? അർബഅത്ത് ബുർദ് അതെത്ര ഫർസഖ? 16 ഫർസഖാണ് അല്ലെ, 16 ഫർസഖ. അപ്പൊ ഇതാണ് ഇവര് പറഞ്ഞത്. ഇവര് പറഞ്ഞ എന്താ? 4 ബുർദ്, 4 ബുർദ് യാത്രയെ പരിഗണിക്കാം, ഒരാൾക്ക് നമസ്കാരം കസറാക്കാം, അങ്ങനെ പ്രശ്നമില്ല, കസറാക്കിക്കോട്ടെ. അതുകൊണ്ട് അതിന്റെ അർത്ഥം അതിന്റെ ഏറ്റവും ചുരുങ്ങിയ ദൂരം 4 ബർദാണെന്നുള്ളതല്ല, യാത്രയാണോ കസറാക്കാം. ഇവിടെ എന്തോന്നു? 3 ഫർസഖ്,
അല്ലെങ്കിൽ 3 മൈൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്യാതാൽ സ്വലാ റക്അത്തായി നിസ്കരിക്കും. ഇവിടെ 3 ഫർസഖ. നിങ്ങൾ ഫുള്ള് കേൾക്കണം കേട്ടോ, വിഷയം ഫുള്ള് മനസ്സിലാക്കണം. പറഞ്ഞു തീർന്നിട്ടില്ല, ഫുള്ള് മനസ്സിലാക്കണം. ഇനി ഇതേതാണ് ഹദീസിൽ സംശയിക്കൊന്നും വേണ്ട. പിന്നെ ഇമാം മുസ്ലിം ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതിനെ വിശദീകരിച്ചിട്ട് ഇബ്നു ഹജർ പറഞ്ഞത് എന്താ വെച്ചാല്, ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഏറ്റവും സ്വഹീഹായ ഹദീസാണത്. ഖസറിന്റെ ദൂരം വിശദീകരിച്ച് വന്നിട്ടുള്ള അസഹു ഹദീസിൻ വറദ ഫി ബയാനി മസാഫത്തിൽ ഖസർ. പറഞ്ഞതാ ഇബ്നു ഹജർ പറഞ്ഞതാ. എന്താ പറഞ്ഞ? അസഹു ഹദീസിൻ, ഏറ്റവും സ്വഹീഹായ ഹദീസാണത്. വറദ ഫി ബയാനി മസാഫത്തിൽ ഖസർ, ഖസറിന്റെ ദൂരം ബയാൻ ചെയ്തു കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും സ്വഹീഹായിട്ടുള്ള ഹദീസ് ഇതാണ്. അപ്പൊ ഇതിലെത്ര? 3 ഫർസഖ്. 1. അപ്പൊ രണ്ടാമത്തെ തെളിവ് അവര് പറഞ്ഞെന്താ? ഇവരുടെ വാദം എന്താ? 3 ഫർസഖ്, ഏറ്റവും ചുരുങ്ങിയത് 3 ഫർസഖ് വേണം എന്നല്ല ഇവരുടെ വാദം. പിന്നെന്താ ഇവരുടെ വാദം? എന്താ? യാത്രയാണോ ഖസറാക്കാം? അത് ഏറ്റവും ചുരുങ്ങിയത് 4 ബുർദ് വേണം, അല്ലെങ്കിൽ 80 കിലോമീറ്റർ വേണം, 88 കിലോമീറ്റർ വേണം, അല്ലെങ്കിൽ 16 ഫർസഖ് വേണം എന്നുള്ളൊരു ഇത് പറ്റൂല. യാത്രയാണോ ഖസറാക്കാം? ഇതാണ് ഇവര് പറയുന്നത്. അപ്പൊ ഇതൊന്നത് ഹദീസ് തന്നെയാണ്, ഇത് അസറല്ല, അത് ഹദീസ് തന്നെ, മുസ്ലിം ഉദ്ധരിച്ചത്. ഇനി ഈ വിഷയത്തിലുള്ള രണ്ടാമത്തെ ഹദീസ് നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിൽ അത് പറഞ്ഞു. ഏതാ ഹദീസ്? അനസ് റളിയല്ലാഹുവിലും തന്നെയുള്ള ഹദീസ്. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു ബിൽ മദീനത്തി അർബഅ. സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വെച്ചുകൊണ്ട് ളുഹർ 4 റക്അത്ത് നിസ്കരിച്ചു. വസല്ലൽ അസ്റ ബിൽ ഹുലൈഫ റക്അത്തൈൻ. ദുൽ ഹുലൈഫയിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ർ 2 റക്അത്ത് നിസ്കരിച്ചു. ആ മദീനയിൽ 4 റക്അത്ത് ളുഹർ. അവ പിന്നെ ആ ഏരിയ വിട്ടു, യാത്രയിലാണ്, ദുൽഹുലൈഫയിലെത്തി, അവിടെ അസ്ർ 2 റക്അത്ത്. ആ മദീനക്കും ദുൽഹുലൈഫക്കും ഇടയിൽ ഏതാണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു ഒരു 6 അമ്യാൽ, ഒരു 7 അമ്യാൽ, ഒരു 6 മീല് അല്ലെങ്കിൽ ഒരു 7 മീല്, ഏതാണ്ട് അത്ര വരുള്ളൂ. വിശ്വാസലം ഖസറാക്കി. ഇത് മുത്തഫഖുൻ അലൈഹിയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. ഇതാണ് ഇവരുടെ രണ്ടാമത്തെ തെളിവ്. അപ്പൊ ഇവര് പറഞ്ഞെന്താ? ഏറ്റവും ചുരുങ്ങിയത് 4 ബുർദുണ്ടെങ്കിലേ ഖസറാക്കാൻ പാടുള്ളൂ എന്നുള്ളത് പറയാൻ പറ്റൂല. വിശ്വാസലം യാത്രയിലാണ്, ആ മദീനന്റെ പരിധി വിട്ടു, ദുൽഹുലൈഫയിലെത്തി, അസർ ഖസറാക്കി. അവിടെ 4 ബുർദ് വന്നിട്ടുണ്ടോ? അത് ബുഖാരി ധരിച്ചിട്ടുണ്ട്, മുസ്ലിം ധരിച്ചിട്ടുണ്ട് ഈ ഹദീസ്. ഇതേപോലെ തന്നെ ശുറഹ്ബീൽ ഇബ്നു സിംത് അദ്ദേഹം പറയണ, അദ്ദേഹത്തിൽ നിന്നുള്ള ഒരു ഹദീസ്, ജുബൈർ ബിൻ ജുഫൈർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയണ, ഖാല ഖറജതു മാ ശുറഹ്ബീൽ ഇബ്നു സിംത് ഇലാ ഖർയത്തിൻ അലാ റഅസി 17 മീല. ഞാൻ ശുറഹ്ബീലിന്റെ കൂടെ ഒരു ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു. ഏതാണ്ട് 18 മൈൽ അല്ലെങ്കിൽ 17 മൈൽ ഖറിയത്തിലേക്ക് പുറപ്പെട്ടു ശുറഹ്ബീലിന്റെ കൂടെ. ജുബൈർ ബിൻ ജുഫൈർ പറയുന്നു, ഫസല്ല റക്അത്തൈനി. അങ്ങനെ അദ്ദേഹം 2 റക്അത്ത് നിസ്കരിച്ചു, ഖസറാക്കി. ഫഖുൽതു ലഹു, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ വിഷയത്തിൽ താങ്കൾ 2 റക്അത്ത് ഖസറാക്കി നിസ്കരിച്ചത്? ഫഖാല, അപ്പൊ ശുറഹ്ബീൽ പറഞ്ഞു, റഅയ്തു ഉമറ സല്ല ബിദിൽ ഹുലൈഫ റക്അത്തൈൻ. ഉമർ റളിയല്ലാഹു അൻഹു ദുൽഹുലൈഫയിൽ വെച്ചിട്ട് 2 നിസ്കരിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്, ഖസർ. ഫഖുൽതു ലഹു, അപ്പൊ ഞാൻ ഉമർ റളിയല്ലാഹുവിനോട് ചോദിച്ചു, എന്താ 2 നിസ്കരിച്ചിട്ടുണ്ട് ദുൽഹുലൈഫയിൽ ഖസറാക്കി നിസ്കരിക്കുന്നത്? ഫഖാല, ആ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഇന്നമാ അഫ്അലു കമാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഫ്അലു. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത് പോലെ ഞാൻ ചെയ്യാണ്. അപ്പോ ശുറഹ്ബീൽ 2 നിസ്കരിച്ചു. അദ്ദേഹത്തോട് അതിന് തെളിവ് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഉമർ റളിയല്ലാഹു ഇങ്ങനെ നിസ്കരിച്ചത്, ഉമർ റളിയല്ലാഹു ഇങ്ങനെ നിസ്കരിച്ചിട്ടുണ്ട്, ദുൽഹുലൈഫയിൽ വെച്ചിട്ട് 2 നിസ്കരിച്ചിട്ടുണ്ട്. ആ സന്ദർഭത്തില്
അദ്ദേഹത്തോട് അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നിസ്കരിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ശുറഹ്ബീലിന്റെ കൂടെയുള്ള യാത്രയിൽ അദ്ദേഹത്തെ 18 മൈൽ അല്ലെങ്കിൽ 17 മൈൽ അവിടെ അവര് നിസ്കാരം കസറാക്കുക. അപ്പൊ ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അതിന് കൊടുക്കുന്ന മറുപടി ഇതാണ്: ഉമർ റളിയല്ലാഹു ദുൽഹുലൈഫയിൽ വെച്ചിട്ട് 2 നിസ്കരിച്ചു, കസറാക്കി. ഉമർ റളിയല്ലാഹുവിനോട് അതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ചിട്ട് കസറാക്കിയിട്ടാണ് നിസ്കരിച്ചിട്ടുള്ളത്. ഇത് മുസ്ലിമിന്റെ ഹദീസ് തന്നെയാണ്. അതും ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പൊ ഇതൊക്കെ ഹദീസ് തന്നെയാണ്. ഇമാം മുസ്ലിമിന്റെയും ഇമാം ബുഖാരിയുടെയും ഒക്കെ റിപ്പോർട്ടുകളാണ്. ഇതേപോലെ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നേരത്തെ ഏറ്റവും ചുരുങ്ങിയത് 4 ബുർദെങ്കിലും വേണം, എങ്കിലേ നമസ്കാരം കസറാക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ആൾക്കാർ തെളിവായിട്ട് കൊണ്ടുവന്നത് ഉമർ റളിയല്ലാഹുവിന്റേതും ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റേതുമാണ്. എന്നാൽ അവരിൽ നിന്ന് 2 പേരിൽ നിന്നും തന്നെ അതിനെതിരായിട്ടുള്ള റിപ്പോർട്ടുകൾ കാണാം. അങ്ങനെ 4 ബുർദിൽ കുറഞ്ഞതിൽ അവരെന്താക്കിയിട്ടുണ്ട്, നിസ്കാരം കസറാക്കിയിട്ടുണ്ട്. ആ കസറാക്കിയ സംഭവങ്ങൾ ഇബ്നു ഹജർ അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ ഒരുപാട് സംഭവങ്ങൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഏത് ഈ 4 ബുർദിൽ കുറഞ്ഞതിലും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കസറാക്കിയത് ഫത്ഹുൽ ബാരി തന്നെ കൊടുത്തിട്ടുണ്ട്. ഫത്ഹുൽ ബാരിയിൽ എടുത്തു കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമല്ല, അതിന്റെ സനദ് സ്വഹീഹാണെന്നുള്ളതും ഇബ്നു ഹജർ പറഞ്ഞിട്ടുണ്ട്. അതിൽ 1-2 റിപ്പോർട്ടുകൾ അൻ സാലിം ഇബ്നു അബ്ദുല്ലാ നബിഹി അന്നഹു റകിബ ഇലാ റീം ഫഖസറ സ്വലാത ഫീ മസീറതി ദാലിക. അതിൽ 1-2 റിപ്പോർട്ടുകൾ ഏത് ഫത്ഹുൽ ബാരിയിൽ എടുത്തു കൊടുത്തത്. ഒന്ന്, അൽ മുഹാരിബ് ബിൻ ദിസാർ ഖാല സമിഅതു ഇബ്നു ഉമറ യഖൂലു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നതായി ഞാൻ കേട്ടു, ഇന്നി ല ഉസാഫിറു അസ്സാഅത മിനൻ നഹാർ, ഞാൻ പകലിന്റെ സാഅത്ത് സമയം മണിക്കൂർ ഞാൻ യാത്ര ചെയ്യാറുണ്ട്. ഫഅഖ്സുറു, ആ സന്ദർഭത്തിൽ ഞാൻ എന്ത് ചെയ്യും, നിസ്കാരം ഖസറാക്കണം. അവിടെ 4 ബുർദ് വന്നിട്ടില്ല. അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, യാത്രയാകണം, യാത്രയായി പരിഗണിക്കണം. ആ സന്ദർഭത്തിൽ ഞാൻ നിസ്കാരം ഖസറാക്കാറുണ്ട്. ഇതേപോലെ തന്നെ അതില് വേറെ ചില റിപ്പോർട്ടുകൾ ഉദ്ധരിച്ചിട്ടുള്ളത് ഇബ്നു ഉമറിൽ നിന്ന് തന്നെ, ലൗ ഖറജതു മീലൻ, ഞാൻ 1 മീല് പുറപ്പെടുകയാണെങ്കിലും ഖസർതു സ്വലാത്ത, ഞാൻ നിസ്കാരം ഖസറാക്കും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്നുള്ള റിപ്പോർട്ട്. അതേപോലെ തന്നെ ഇബ്നു ഉമർ അന്നഹു ഖാല യക്സുറു മിനൽ മദീനത്തി ഇല സുവൈദ, മദീനയിൽ നിന്നും സുവൈദാവിലേക്ക് പുറപ്പെടുന്ന സന്ദർഭത്തിൽ അദ്ദേഹം നിസ്കാരം കസറാക്കാറുണ്ടായിരുന്നു. വബൈനഹുമാ ഇസ്നാനി വസബൂന മീലൻ, 72 മീലുണ്ട് അത് രണ്ടിന്റെ ഇടയിൽ, 72 മീൽ. അപ്പൊ ഇതൊക്കെ എന്താണ്, വ്യത്യസ്തമായ റിപ്പോർട്ടുകളാണ്. 40 ബുർദുണ്ട്, 4 ബുർദ്, 48 മീല്, അത് സ്വഹീഹാണ്. 72 മീല്, അതും സ്വഹീഹാണ്. 1 സാഅത്ത്, അതും സ്വഹീഹാണ്. അപ്പൊ ഇതൊക്കെ എന്താണ്, വ്യത്യസ്തമായ റിപ്പോർട്ടുകളാണ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത്. ഇതൊക്കെ ഇബ്നു ഹജർ എടുത്തു കൊടുത്താട്ടോ. മാത്രമല്ല ഇബ്നു ഹജർ അതിന്റെ അവസാനം പറയേണ്ട ഇസ്നാദ് കുല്ലു മിൻഹാ സ്വഹീഹുൻ, ഇതിന്റെയൊക്കെ ഇസ്നാദ്, ഇതിന്റെയൊക്കെ സനദ് സ്വഹീഹാണ് എന്നുള്ളത് ഇബ്നു ഹജറിന്റെ ഫത്ഹുൽ ബാരിയിൽ പറയുന്നുണ്ട്. അങ്ങനെ കുറെ റിപ്പോർട്ടുകൾ എടുത്തു കൊടുത്തതിന് ശേഷം ഇബ്നു ഉമറിൽ നിന്ന് വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇതൊക്കെ എടുത്ത് കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ കുറെ അസറുകൾ, ഹദീസുകൾ, ഇതാണ് ഇവരുടെ തെളിവ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവര് പറയുന്നത് എന്താ വെച്ചാല്, നമ്മൾ യാത്രയായി പരിഗണിക്കുന്നതാണ് യാത്ര. അതായത് ഉർഫിലേക്ക് മടങ്ങണം എന്നുള്ളതാണ്. ഉർഫാണ് ഇവിടെ പരിഗണിക്കേണ്ടത്. ഒരാളുടെ യാത്ര 80 കിലോമീറ്ററിൽ കുറവാണ്, അല്ലെങ്കിൽ 4 ബുർദ്, അത് 80, 88 അത്ര അതിൽ കുറവാണെങ്കിലും അയാളെ സംബന്ധിച്ചിടത്തോളം അത് യാത്രയാണോ എങ്കിൽ അയാൾക്ക് നമസ്കാരം ഖസറാക്കാം. ഇതാണ് ഇവരുടെ നിലപാട്. ഈ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ ഇബ്നു ഖുദാമ, അത് ഈ നിലപാടാണ്. അതേപോലെ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി, ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി,
അതുപോലെ മുഹമ്മദ് ബിൻ ഇബ്രാഹിം ആലു ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ ഷൗക്കാനി, അതേപോലെ തന്നെ മറ്റു പലരും, ഷൻകീത്തി, സഅദി, ഇവരൊക്കെ സ്വീകരിച്ചിട്ടുള്ളത് ഈ ഒരു നിലപാടാണ്. എന്ത്? ഉർഫിലേക്ക് മടങ്ങുക. എത്ര ദൂരം എന്നുള്ളത് നമുക്ക് എത്ര ദൂരം യാത്ര ചെയ്തെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 4 ബുർദ് ഉണ്ടാകണം എന്നുള്ളതിന് തെളിവില്ല. കാരണം ആ വിഷയത്തിലെ റിപ്പോർട്ടുകൾ അതിനെതിരായി വന്നിട്ടുണ്ട്. അതൊക്കെ സ്വഹിയായിട്ടുള്ള റിപ്പോർട്ടുകളുമാണ്. അപ്പൊ ജനങ്ങൾ യാത്രയായിട്ട് പരിഗണിക്കുന്നത് എന്താണോ അതിലവർക്ക് കസറാക്കാം എന്നർത്ഥം. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിട്ട് പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ സാദുൽ മആദിൽ ഈ ചർച്ച കാണാം. അദ്ദേഹം പറഞ്ഞു, വലം യഹുദ്ദ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി ഉമ്മത്തിഹി മസാഫതൻ മഹ്ദൂദതൻ ലിൽ ഖസ്രി വൽ ഫിത്രി. വലം യഹുദ്ദ, പരിധി നിശ്ചയിച്ചിട്ടില്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി ഉമ്മത്തിഹി, തന്റെ ഉമ്മത്തിന്, മസാഫതൻ മഹ്ദൂദ, ഒരു ഇത്ര ദൂരം യാത്ര ചെയ്തെങ്കിലേ അത് സഫറായിട്ട് പരിഗണിക്കുള്ളൂ, ഇത്ര ദൂരം യാത്ര ചെയ്തിരിക്കണം, ആ ദൂരത്തിന്റെ ഒരു പരിമിതി. ലിൽ ഖസ്രി വൽ ഫിത്രി, നോമ്പ് മുറിക്കുന്നതിനും നമസ്കാരം ഖസ്റാക്കുന്നതിനും അങ്ങനെ ഒരു നിർണിത ദൂരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഹദ് വെച്ചിട്ടില്ല. ബല്ലത്തലക്കലഹും ദാലിക ഫീ മുത്തലഖി സഫരി വല്ലർബി ഫിൽ അർളി. നേരത്തെ ആയത്ത് പറഞ്ഞല്ലോ, ഇദാ ലറബ്തും, മുത്തലക്കായിട്ടാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഭൂമിയിലൂടെ യാത്ര ചെയ്താൽ, അവിടെ മുത്തലക്കായിട്ടാണ് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. കമാ അത്തലക്കലഹും അത്തയമ്മും ഫീ കുല്ലി സഫരിൻ വഅമ്മാ മാ യുർവാ അൻഹു മിനത് തഹ്രീരി ബിൽ യൗമി അവിൽ യൗമൈനി അവിസ് സലാസ ഫലം യസിഹ അൻഹു മിൻഹാ ഷൈഉൻ അൽബത്ത. എന്നാൽ നമസ്കാരം ഖസ്റാക്കണമെങ്കിൽ ഒരു ദിവസം വേണം, അല്ലെങ്കിൽ 2 ദിവസം വേണം, അല്ലെങ്കിൽ 3 ദിവസം വേണം. ഇങ്ങനെ അതിന് ഏറ്റവും ചുരുങ്ങിയത് ഇത്ര ദിവസം വേണമെന്ന് നിർണയിച്ചിട്ട് പറയുന്നതിന് എന്തില്ല, ഒരു തെളിവില്ല. അത് ഫലം യസിഹ് അൻഹു മിൻഹാ ഷൈഅൻ അൽബത്താനും ഒന്നും തന്നെ ആ വിഷയത്തിൽ സ്വഹിയായിട്ട് വന്നിട്ടില്ല. അപ്പൊ ഇവരതിനെ ഗണ്ണിക്കുന്നത്, നേരത്തെ നമ്മൾ പറഞ്ഞത്, മഹറമില്ലാതൊരു സ്ത്രീ ഒരു പകല് ഒരു രാത്രി അല്ലെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം യാത്ര പോകരുത്. ഇതാണുള്ള ഇവർ പിടിച്ചു തെളിയും. അപ്പൊ അവര് പറയുന്നത് എന്താ വെച്ചാല്, ആ റിപ്പോർട്ടുകളൊക്കെ വ്യത്യസ്തമാണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ എന്ത് മനസ്സിലാക്കണം? 3 ദിവസം ഹദീസ് ഒക്കെ 3 ദിവസം യാത്രയാണ്, സംശയമല്ല. 3 ദിവസം യാത്ര ചെയ്ത യാത്ര തന്നെയാണ്. 2 ദിവസം അതും യാത്രയാണ്, 1 ദിവസം അതും യാത്രയാണ്. അതിന്റെ അർത്ഥം അതിനേക്കാൾ കുറഞ്ഞത് യാത്രയല്ല എന്നാണ്? അല്ലല്ലോ. അപ്പൊ ആ ഹദീസില് മഹറമില്ലാതൊരു പെണ്ണ് യാത്ര പോകരുത് എന്ന് പറഞ്ഞു കൊടുത്ത് 1 ദിവസം 2 ദിവസം 3 ദിവസം അല്ലെങ്കിൽ ഒരു പകൽ, ഇങ്ങനെയുള്ള വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ യാത്രയായി പരിഗണിക്കാം. അതിന്റെ അർത്ഥം എന്താ? യാത്രയുടെ ചുരുങ്ങിയ പരിധി അതാണെന്നാണോ? അല്ല, അതിനേക്കാൾ കുറഞ്ഞത് യാത്രയാവാം. അപ്പൊ അങ്ങനെ വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ വന്നതുകൊണ്ട് യാത്ര എന്താണോ അതിൽ ഖസ്റാക്കാം എന്നുള്ളതാണ് ഇന്ന് കിട്ടുന്നത്. ആ റിപ്പോർട്ടുകളൊക്കെ വ്യത്യസ്തമാണ്. അവ മിനിമം ഇത്ര ദൂരം സഞ്ചരിച്ചെങ്കിലേ യാത്രയാവൂ എന്നുള്ളത് അതിൽ നിന്ന് തെളിവ് കിട്ടൂല. അപ്പൊ ഇതാണ് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് വിശദീകരിച്ച് പറഞ്ഞത്. മാത്രമല്ല ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി ഇതിൽ വേറെ ഒരു വലിയൊരു തെളിവ് ഒരു കൊണ്ടുവരുന്നത്, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അതേപോലെ തന്നെ ഇബ്നു ഖുദാമൊക്കെ കൊണ്ടുവരുന്ന വലിയ തെളിവ് എന്താ പറയുക, അദ്ദേഹത്തിന്റെ മജ്മൂ ഫത്താവയിൽ അതേപോലെ തന്നെ ഇഖ്തിയാറാത്തിലൊക്കെ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഹജ്ജിന്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ നിന്ന് എല്ലാവരും ഖസ്റാക്കിയിട്ടുണ്ട്. മിന, അറഫ, മുസ്ദലിഫ. ആ കൂട്ടത്തിൽ മക്കക്കാരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പൂർത്തിയാക്കി നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. അപ്പൊ 4 ബുർദെങ്കിലും വേണം, അല്ലാത്തവർക്ക് ഖസ്ർ അനുവദനീയമല്ല എന്ന് പറയണമെങ്കിൽ പറ്റില്ല. കാരണം എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിന്നിൽ നിന്നിട്ട് നിസ്കാരം ഖസ്റാക്കി നിസ്കരിച്ച്. മക്കക്കാരോട് നബി പറഞ്ഞോ, നിങ്ങളത് 4 ബുർദായിട്ടില്ല, നിങ്ങൾ ഖസ്റാക്കാൻ പാടില്ല എന്നുള്ളത്? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മജ്മൂ ഫത്താവയിൽ ഇത് കൃത്യമായി അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. ഏത്? ഈ ഹജ്ജിന്റെ സന്ദർഭത്തിൽ. അതില് അദ്ദേഹത്തിന്റെ ചില വാചകങ്ങൾ
നമ്മൾക്ക് ഈ വിഷയത്തിൽ ഉപകാരപ്പെടും. അദ്ദേഹം വലിയ തെളിവ് കൊണ്ടുവരുന്നത് അഹ്ലു മക്ക, ദീർഘമായിട്ടുള്ള ഒരു ചർച്ചന്റെ ഒരു ഭാഗം. മക്കാര് സൊല്ലു ഫിൽ മൗസമി ഖിലാഫി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മക്കാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചതിനെതിരായിട്ട് നിസ്കരിച്ചോ? ഇല്ല. വഹാദിഹി ഹുജ്ജത്തുൻ ഖാത്തിയ, ഇത് ഗണ്ഡിതമായ ഒരു തെളിവാണ്. ഫഇന്നഹു മിനൽ മഅലൂമി അന്ന അഹ്ല മക്ക ലമ്മാ ഹജ്ജു മാഹു കാനു ഖൽഖൻ കസീറ വഖദ് ഖറജു മാഹു ഇലാ മിനൻ യുസല്ലൂന ഖൽഫഹു ഫഇന്നമാ സല്ലല്ലാ ബിമിനൻ അയ്യാമി മിന ഖസ്റ, ഒക്കെ കസ്റായിട്ടാണ് നിസ്കരിച്ചത്. വന്നാസു കുല്ലുഹും യുസല്ലൂന ഖൽഫഹു, എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ നിന്ന് അദ്ദേഹത്തെ തുറന്ന് നിസ്കരിച്ചിട്ടുണ്ട്. അഹ്ലു മക്ക, മക്കക്കാരുണ്ട്. വസായിറുൽ മുസ്ലിമീൻ, മറ്റു മുസ്ലിങ്ങളുണ്ട്. ലം യഅ്മുർ അഹദം മിൻഹും അൻ യുതിമ്മ സ്വലാത്ത, അവരിൽപ്പെട്ട ആരോടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ യാത്രക്കാരല്ല, അതുകൊണ്ട് നിങ്ങൾ നിസ്കാരം പൂർത്തിയാക്കണമെന്നുള്ളത് ഒരാളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. ആ മക്കക്കാരന്റെ പിന്നിലുണ്ട്. അവരോട് പറഞ്ഞു നിങ്ങൾ യാത്രക്കാരല്ല, നിങ്ങൾ പൂർത്തിയാക്കി നിസ്കരിക്കണം എന്നുള്ളത് പറഞ്ഞിട്ടില്ല. ഒരാൾ പോലും ഉദ്ധരിച്ചിട്ടില്ല. ലാബി സിനാദിൻ സ്വഹീഹിൻ വലാ ദഈഫിൻ, ദഈഫായ സനദോട് കൂടിയിട്ടോ സ്വഹീഹായ സനദോട് കൂടിയിട്ടോ ആരും അത് ഉദ്ധരിച്ചിട്ടില്ല. മക്കക്കാരോട് നബി നിങ്ങൾ പൂർത്തിയാക്കി നിസ്കരിക്കണം എന്ന് പറഞ്ഞതായിട്ട് ഒരു ദഈഫായ സനദുമില്ല, സ്വഹീഹായിട്ടുള്ള സനദുമില്ല. ഇതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. ഇനി ഇബ്നു ഖുദാബ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറഞ്ഞത് വലാ അറാ ലിമാ സവറ ഇലൈഹി അൽ അഇമ്മത്തു ഹുജ്ജ, ഇതിന് പരിധി വെച്ചുകൊണ്ട് ഇമാമിയങ്ങൾ പറഞ്ഞല്ലോ, അതിനൊരു ഹുജ്ജത്തും ഞാൻ കാണുന്നില്ല, ഒരു ഹുജ്ജത്തും ഇല്ല. കാരണം ലിഅന്ന അഖ്വാല സ്വഹാബ മുതആരിളത്തുൻ മുഖ്തലിഫ, ഈ വിഷയത്തിൽ സ്വഹാബികളിൽ നിന്ന് വന്നിട്ടുള്ള അഖ്വാലുകൾ, അവരുടെ ഖൗലുകൾ അത് മുഖ്തലിഫാണ്, മുതആരിളാണ്, പരസ്പരം ഏറ്റുമുട്ടുന്നവയാണ്. മുഖ്തലിഫാണ്, പരസ്പരം വ്യത്യസ്തമായ റിപ്പോർട്ടുകളാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലാ ഹുജ്ജത ഫീഹാ മഅൽ ഇഖ്തിലാഫ്, ഇഖ്തിലാഫ് ഉള്ളത് കൊണ്ട് തന്നെ അതിൽ ഹുജ്ജത്തില്ല. ഏറ്റവും ചുരുങ്ങിയത് 4 ബുർദ് വേണമെന്ന് പറയാൻ തെളിവില്ല, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 3 ഫർസഖ് ഉണ്ടാകണം എന്ന് പറയാനും തെളിവില്ല. വഖദ് റുവിയ അൻ ഇബ്നു അബ്ബാസിന് ഇബ്നു ഉമർ ഖിലാഫ മഖ്തജ ബിഹി അസ്ഹാബുന, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇബ്നു ഉമറിൽ നിന്നും ഇബ്നു അബ്ബാസിൽ നിന്നും തന്നെ എന്ത് വന്നിട്ടുണ്ട്, അതിനെതിരായിട്ടുള്ള റിപ്പോർട്ടുകളും തെളിവുകളും വന്നിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് കുറെ ചർച്ച അദ്ദേഹം ചെയ്യുന്നുണ്ട്, ഒരുപാട് ചർച്ചകൾ. അദ്ദേഹം പ്രധാനപ്പെട്ട 2 പോയിന്റുകൾ പറയുന്നത്, ഒന്ന് ഖുർആന്റെ ലോഹിറായ ആയത്തിനെതിരാണ് അങ്ങനെ പറയുന്നത്, കാരണം ഖുർആനിൽ മുത്തലക്കായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, ഒരു പോയിന്റ്. രണ്ടാമത് അദ്ദേഹം പറയുന്നത് ഈ വിഷയം തൗഫീഖിയാണ്, അതായത് വഹീന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കപ്പെടേണ്ടതാണ്. അപ്പൊ ഖുർആനും സുന്നത്തും കൈത് വെക്കാത്ത ഒരു കാര്യം നമുക്ക് കൈത് വെക്കാൻ പറ്റൂല. ഖുർആനും സുന്നത്തും കൈത് വെക്കണം, ഉപാധി വെച്ച് പറയണം. ഇത്ര ദൂരം യാത്ര ചെയ്താലേ അത് സഫറായിട്ട് പരിഗണിക്കുള്ളൂ എന്നുള്ളത് ഖുർആനും ഹദീസും പറയണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് തോന്നിയതുപോലെ ഫലാ യജൂസുൽ മസീറു ഇലൈഹി ബിറഇൻ മുജറദിൻ, വെറും റഅയ് കൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റൂല. ഇതൊക്കെ ഇബ്നു ഖുദാമ അദ്ദേഹത്തിന്റെ മുഗ്നിയിൽ വിശദീകരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ അവസാനം പറയുന്നത് വൽ ഹുജ്ജത്തു, അവിടെ തെളിവുള്ളത് ആർക്കാണ്, മഅ മൻ അബാഹൽ ഖസ്റ ലികുല്ലി മുസാഫിർ, ആർക്കാ തെളിവുള്ളത്, അബാഹൽ ഖസ്റ, ഖസ്ർ അനുവദിച്ച ആളുകൾക്കാണ് ഹുജ്ജത്തുള്ളത്, ലികുല്ലി മുസാഫിർ, എല്ലാ യാത്രക്കാർക്കും. അപ്പൊ യാത്രയാണോ നമസ്കാരം അവർക്ക് ഖസ്റാക്കാം, ആ വാദത്തിനാണ് തെളിവുള്ളത്. ഇല്ല അന്നഖിദൽ ഇജ്മാ വലാ ഖിലാഫി, അല്ലെങ്കിൽ എന്ത് വേണം, ഇതിനെതിരായിട്ട് ഇജ്മാ ഉണ്ടാകണം. ഇജ്മാ ഉണ്ടോ, ഏറ്റവും ചുരുങ്ങിയത് 4 ബുർദെങ്കിലും യാത്ര ചെയ്യണം, എങ്കിലും നമസ്കാരം ഖസ്റാക്കാൻ പാടുള്ളൂ എന്നുള്ള വിഷയത്തിൽ ഇജ്മാ ഉണ്ടോ? ഇജ്മാ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വാദമൊക്കെ പൊളിഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ഇജ്മാ ഇല്ലാത്ത കാലത്തോളം തെളിവുള്ളതായിരിക്കാണ്, യാത്രയാണോ അവർക്ക് എന്താക്കാം, നമസ്കാരം ഖസ്റാക്കാം, അതിനാണ് തെളിവുള്ളത് എന്നതാണ് ആര് പറയുന്നത്, ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ 2 നിലപാട്, ഈ 2 നിലപാടിന് എന്തുണ്ട്, അതിൻ്റെതായ തെളിവുകളും കാര്യങ്ങളും അവര് വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇനിയിപ്പോ ഉർഫിലേക്ക് മടങ്ങണം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഉർഫിലേക്ക് മടങ്ങുമ്പോ ചില വിഷയങ്ങൾ ഉണ്ടായിത്തീരും.
അപ്പൊ അതിന്റെ സംശയം കൂടി അവർ തീർത്തിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ മജ്മൂല് പറഞ്ഞു, യാത്ര എന്ന് പറയുമ്പോ ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ദോഹിക്ക് പോയി അല്ലെങ്കിൽ വേറെ ഒരു സ്ഥലത്തേക്ക് പോയി, അതൊക്കെ ഇന്തിഖാല് മാത്രമേ ആകുന്നുള്ളൂ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഉറഫിൽ ഒരു നമ്മൾ സാധാരണ യാത്ര എന്ന് പറയുമ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ വിശദീകരിച്ചത് അതിനൊരു സാദ്, മസാദ്, അതായത് യാത്രക്കുള്ള ഒരു ഒരുക്കം, അതിന്റെ യാത്രക്ക് വേണ്ട വിഭവങ്ങൾ, അതിന്റെ ഭക്ഷണം, വെള്ളം, അതിന്റെ കാര്യങ്ങൾ, ഇതൊക്കെയാണ് യാത്ര. അല്ലെ, അപ്പൊ വെറുതെ ഇവിടുന്നാണ് പോയി അതിന് യാത്ര എന്ന് പറയില്ല. അതുപോലെ തന്നെ അവന്റെ ആ നാട്, അവന്റെ ആ പ്രദേശം, അവന്റെ ഏരിയ വിട്ട് അതിൽ നിന്ന് പുറത്തു പോവുക, ഇതൊക്കെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാതെ ഏതൊരു, ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ ഹദീസില് 3 ഫർസഖ് വന്നു, അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞത് സായത്ത് വന്നു. അപ്പൊ ഏതൊരു പോക്കിന് യാത്ര എന്ന് പറയില്ല, അത് ആളുകളും പറയില്ല. അപ്പൊ ഉർഫിലേക്ക് മടങ്ങുക എന്ന് പറയുമ്പോ യാത്രയാകുമ്പോൾ അതിന്റെ ഒരുക്കങ്ങൾ, അതിന്റെ ഒരു നിയ്യത്ത്, അതിന്റെ കാര്യങ്ങള്, അതിലൊരു പ്രയാസം ഉണ്ടാകല്, അതൊക്കെ ഉണ്ടാവും യാത്രയാകുമ്പോൾ. അതിനെ നമ്മൾ യാത്ര എന്ന് പറയുന്നത്. അപ്പൊ അത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അത് പ്രത്യേകം വിശദീകരിച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ്, ഇനി നമുക്ക് ഇതിന്റെ ലവാബിത്തുകൾ അല്ലെങ്കിൽ ഇതിന്റെ ലവാഹി, ഇതിന്റെ ഈ ഏരിയ നമുക്ക് ചിലപ്പോ അടയാളപ്പെടുത്താൻ ബുദ്ധിമുട്ടുണ്ടാകുകയാണെങ്കിൽ നമ്മള് അർബാത്ത് ബുർദ് സ്വീകരിക്കലായിരിക്കും ഒന്നുകൂടി ബെറ്റർ ആയിട്ടുണ്ടാവും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ നമ്മൾ നേരത്തെ ജിദ്ദന്റെ കാര്യം പറഞ്ഞു. അന്നത്തെ കാലഘട്ടത്തിൽ മക്കൾക്കും ജിദ്ദക്കും ഇടയിൽ 4 ബുർദ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അന്ന് കസറാക്കായിരുന്നു. പക്ഷെ അന്ന് കസറാക്കാൻ പാടില്ല എന്നുള്ളത് ആ വിഷയത്തിൽ ലജ്നത്ത് ദായിമയുടെ ഫത്വ ഉണ്ട്. എന്തുകൊണ്ട്? കാരണം മക്കയിൽ നിന്ന് യാത്ര പുറപ്പെടുമ്പോ മക്ക ആ ഏരിയ, അതിന്റെ അവസാനത്തെ വീട്, അവസാനത്തെ ബിൽഡിങ്, അവിടെ മുതൽ ജിദ്ദയുടെ ആദ്യത്തെ ബിൽഡിങ്, അതിന്റെ ഇടക്കുള്ള ദൂരം 4 ബുർദ് വരണം എന്നുള്ളതാണ് അവർ പറഞ്ഞത്. എന്നാൽ ഇന്ന് നോക്കുമ്പോ അത്ര വരൂല, 4 ബുർദില്ല. കാരണം മക്ക ഒരുപാട് അത് വിശാലമായി മക്ക, അതേപോലെ തന്നെ ജിദ്ദയും ഒരുപാട് വിശാലമായി. അപ്പൊ അതിന്റെ ഇടക്കെന്ത് വരില്ല, ഈ 4 ബുർദില്ല. അതുകൊണ്ട് തന്നെ നിസ്കാരം കസറാക്കരുത് എന്നുള്ളതാണ് ലജ്നത്ത് ദായിമ ആ വിഷയത്തിൽ കൊടുത്തിട്ടുള്ള ഫത്വ. അവരുടെ ആ ഫത്വയിലുള്ളത്, ഒരാൾ ചോദ്യം ചോദിക്കുകയാണ്, ഞങ്ങളിങ്ങനെ ജിദ്ദയിലേക്ക് പോയി, അപ്പൊ നിസ്കാരം കസറാക്കാന്ന് പറഞ്ഞു. പക്ഷെ എന്റെ കൂട്ടുള്ള 2 ആളുകൾ അവര് പറഞ്ഞു കസറാക്കാവുന്ന ദൂരല്ല മക്കൾക്കും ജിദ്ദക്കും ഇടയിൽ. പക്ഷെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞത് 4 ബുർദിന് ഉദാഹരണം പറഞ്ഞത് മക്കൾക്കും ജിദ്ദ, ഉസ്ഫാൻ, തോയിഫിനിടയിലുള്ള ദൂരാണ്. അപ്പൊ ഇത് ചിലപ്പോൾ മാറ്റം വരുന്നർത്ഥം. അപ്പൊ അത് ശരിക്കും പരിശോധിക്കേണ്ടതുണ്ട്. കാരണം അസ്ൽ എപ്പോഴും എന്താണ്, 4 റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിലൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അപ്പൊ ഈ ചോദ്യത്തിന് ലജ്നത്ത് ദായിമ കൊടുത്ത മറുപടി, അൽ മസാഫത്തുല്ലത്തി യുശ്റഉ ഫീഹാ അൽ ഖസ്റു ഫി സഫരി ഹിയല്ലത്തി തബ്ലഗു മസീറത്തു യൗമൈനി ലിറാഹില, 2 ദിവസം, വതുഖദ്ദറു ബി 80 കീലൻ തക്രീബ. ലജ്നത്ത് ദായിമ പറഞ്ഞു കൊടുക്കുകയാണ്, അതായത് ഏതാണ്ട് 80 കിലോമീറ്റർ. വൽ മസാഫത്തു തൂതബറു മിൻ മുഫാറഖത്തിൽ ബുനിയാൻ അല്ലദി സാഫറ മിൻഹു ശഖ്സു ഇല അവ്വലി ആമിരിൽ ബലദി അല്ലദി ഖസദഹു ശഖ്സു. അവസാനത്തെ ബിൽഡിംഗ് മുതൽ ഏത് നാട്ടിലേക്കാണോ പോകുന്നത് അതിന്റെ ആദ്യത്തെ ബിൽഡിംഗ്, അങ്ങനെയാണ് അത് കണക്ക് കൂട്ടേണ്ടത്. അപ്പൊ ആ പ്രദേശം വിട്ട് കിടക്കുക, ഏത് നാട്ടിലേക്കാണ് നമ്മൾ യാത്ര പോകുന്നത് അതിന്റെ തുടക്കവും, അതാണ് ഇവിടെ പരിഗണിക്കേണ്ടത്. വലിത, ഈ കാരണം കൊണ്ട് തന്നെ ഫൈന ദിഹാബ മിൻ മക്ക ഇല ജിദ്ദ വബിൽ അക്സി, ഈ കാരണം കൊണ്ട് തന്നെ മക്കയിൽ നിന്ന് ജിദ്ദയിലേക്കുള്ള യാത്ര നേരെ തിരിച്ചു, ജിദ്ദയിൽ നിന്ന് മക്കയിലേക്കും ലാ യുഅ്തബറു ഫീ അസ്രിനാ സഫർ, നമ്മുടെ ഈ കാലഘട്ടത്തിൽ അത് സഫറായിട്ട് പരിഗണിക്കൂല. ലജ്നന്റെ ഫത്വയാണ്. എന്തുകൊണ്ട്? ലിംതിദാദി ബുനിയാനി കുല്ലി മിനൽ ബലദൈനി, ജിദ്ദയും ഒരുപാട് വികസിച്ചു, മക്കയും ഒരുപാട് വികസിച്ചു. അപ്പൊ അതിങ്ങനെ നീണ്ടു കിടക്കുകയാണ്, ഇംതിദാദുൽ ബുനിയാൻ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് 4 ബുർദ് വരൂല, ഖസറിന്റെ ദൂരല്ല.
അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഖസ്ർ അനുവദനീയമല്ല എന്നുള്ളതാണ് ലജ്നത്ത് ദായിമ കൊടുക്കുന്ന ഫത്വ. ബക്കർ അബൂ സയ്യിദ്, സ്വാലിഹുൽ ഫൗസാൻ, ഉദയാന്, ആലു ഷേഖ്, ഇബ്നു ബാസ് ഇവരൊക്കെ ഉണ്ട്. 20319 ഈ ഫത്വ നമ്പർ. അപ്പൊ അത് ശരിക്കും നമുക്ക് നമ്മളെ ഉർഫിലേക്ക് മടങ്ങുന്ന സന്ദർഭത്തിൽ അങ്ങനെ ഒരു സംശയം വരികയാണെങ്കിൽ നമ്മൾ ഏറ്റവും സൂക്ഷ്മത ഉള്ളത് സ്വീകരിക്കണം. ആ നിലപാടിലേക്ക് നമ്മൾ വരികയാണ് വേണ്ടത്. ഷെയ്ഖ് ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി ഇതാണ് പറഞ്ഞു തന്നത്. ഇങ്ങനെ നമുക്ക് കൃത്യമായിട്ട് തിട്ടപ്പെടുത്താൻ സാധിക്കാതെ വരിക ദൂരം. അപ്പൊ നമ്മൾ ഇവിടുന്ന് അൽഖോറിലേക്ക് യാത്ര പോവാണ്. ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് യാത്രയായിരിക്കും. ചില ആൾക്കാർ പറയും ഞാനെന്നും ഓഫീസ് പോയി വരുന്നതല്ല, അവിടെ എന്ത് കസറാക്കണം, ഞാനെന്നും രാവിലെ വരുന്ന വൈകുന്നേരം തിരിച്ചു വീട്ടിലേക്ക് എന്ത് കസറ. എന്നാൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് യാത്രയായിരിക്കും. അവ ഇങ്ങനെ വരുന്നൊരു ഘട്ടാണെങ്കിൽ അവിടെ അഹ്വത്ത് ഈ ദൂരത്തിന്റെ പരിധി സ്വീകരിക്കുന്നതായിരിക്കും. അതാര് പറഞ്ഞതാണ്? ഷെയ്ഖ് ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഫത്വ ഞാനിന്ന് വായിച്ചത്. അദ്ദേഹത്തിന് നൂറുൻ അല ദർബിൽ വന്നിട്ടുള്ള ഒരു ഫത്വ, അത് നമുക്ക് ഉപകാരപ്പെടും. അതിൽ അദ്ദേഹം പറയുന്നത് അൽ മസാഫത്തുല്ലത്തി തഖ്സുറു ഫീഹാ സ്വലാത്തു ഹദ്ദദഹാ ബഅദുൽ ഉലമാ ബിനഹ്വി 83 കിലോ. പണ്ഡിതന്മാർ അതിന് പരിധി വെച്ചു. ചില പണ്ഡിതന്മാർ പരിധി വെച്ചത് 83 കിലോ ആണ്, കിലോമീറ്റർ. വഹദ്ദദഹാ ബഅദുൽ ഉലമാ ബിമാ ജറാ ബിഹൽ ഉർഫ്. ചില പണ്ഡിതന്മാർ എന്ത് പറഞ്ഞു? ഉർഫിലേക്ക് മടങ്ങണം എന്ന് പറഞ്ഞു. അതായത് മാ കാലന്നാസു ഇന്നഹു സഫറുൻ ഫഹുവ സഫർ വൈല യബ്ലഗു 80 കിലോ. ജനങ്ങൾ യാത്രയായിട്ട് പരിഗണിക്കുന്ന എന്താണോ അതാണ് യാത്ര. അത് 80 കിലോമീറ്റർ എത്തിയിട്ടില്ലെങ്കിലും. ഈ അഭിപ്രായമാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ സ്വീകരിച്ചിട്ടുള്ളത്. ഈ കാര്യങ്ങൾ അങ്ങനെ അദ്ദേഹം കുറെ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാമിന്റെ അഭിപ്രായമാണ് എന്ത്? വഹാദ അഖ്റബു. ഷെയ്ഖ് ഹുസൈമി സൂചിപ്പിക്കാൻ ഏത്? ഷെയ്ഖുൽ ഇസ്ലാമിന്റെ അഭിപ്രായമാണ് ഏറ്റവും അടുത്ത അഭിപ്രായം. അഖ്റബു ഇല സവാബ്. ശരിയിലേക്ക് ഏറ്റവും അടുത്ത ആരുടെ അഭിപ്രായമാണ്? ഷെയ്ഖുൽ ഇസ്ലാമിന്റെ അഭിപ്രായമാണ്. ഷെയ്ഖ് ഹുസൈമി പറയണം. എന്നിട്ട് പറയുന്നത് ഭാഗം ശ്രദ്ധിച്ചോ. ലാകിന്നഹു അഹ്യാനൻ യകൂനു ഗൈറു മുൻലബിത്. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ഇത് നമുക്ക് ഗൈറു മുൻലബിത്തായിരിക്കും. അതായത് നമുക്ക് ഇപ്പൊ ഈ ജിദ്ദന്റെ കാര്യം പറഞ്ഞ പോലെ ആയിരിക്കും ചിലപ്പോ. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഫൈദാ കാന ഗൈറു മുൻലബിത് അവ ഇഖ്തലഫൽ ഉർഫ്, അല്ലെങ്കിൽ ഉർഫ് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ അൽഖുറിലേക്ക് ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം യാത്രയായിരിക്കും. വേറെ ചില ആൾക്കാർ പറയും ഞാനെന്ന് ഓഫീസിൽ പോയി വരുന്നതാണ്. അപ്പൊ അങ്ങനെ ഉറുഫില് നമുക്ക് ഇങ്ങനെ ഒരു ഇത് വരിക. അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഏരിയകൾ തമ്മിലുള്ള ഇതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരിക. അപ്പൊ അങ്ങനെ വരുമ്പോ ഫൈന്നഹു ലാ ഹറജ, അത്തരം സന്ദർഭങ്ങളിൽ ഒരാൾക്ക് എന്തില്ല, തെറ്റില്ല. അൻ യഖുദൽ ഇൻസാനു ബിൽ ഖൗലി ബിത്തഹദീദ്. തഹദീദിന്റെ ആൾക്കാരുണ്ടല്ലോ, അവർ പറയുന്ന ആ നിലപാട് സ്വീകരിക്കുന്നതിന് എന്തില്ല, തെറ്റില്ല. ഏത് 80 കിലോമീറ്റർ? കാരണം അത് കസറാക്കുന്ന വിഷയമാണ്. അസ്സലെന്താണ്? നമസ്കാരം 4 റക്അത്ത് നിസ്കരിക്കല. അപ്പൊ അങ്ങനെ ഇത് വരികയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അത് തിട്ടപ്പെടുത്തി പറ്റാത്ത ഒരു അവസ്ഥ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഉർഫിൽ ഇങ്ങനെയുള്ളത് വരികയാണെങ്കിൽ ഷെയ്ഖ് ഹുസൈമി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് എന്താണ്? അപ്പോ ഈ തഹദീദിന്റെ ആ ഖൗല് സ്വീകരിക്കുകയാണെന്ത് നല്ലത്. ലിഅന്നഹു ഖാല ബിഹി ബഅദുൽ അഇമ്മ വൽ ഉലമാ അൽ മുജ്തഹിദീന. അതുകൊണ്ട് അത് നമ്മുടെ മുജ്തഹിദീങ്ങളായ ഉലമാക്കളും ഇമാമിങ്ങളൊക്കെ അത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഫലൈസ അലൈഹി ഫീ ദാലിക ബഅസുൻ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് അത് സ്വീകരിക്കുന്നതിന് എന്തില്ല, ഒരു പ്രശ്നമല്ല. അമ്മാ മാദാമൽ അംറു മുല്ലബിതൻ, എന്നാൽ കാര്യങ്ങളൊക്കെ വ്യക്തമാണെങ്കിൽ ഫർജൂ ഇലൽ ഉർഫി ഹുവ സ്വവാബ്, ഉർഫിലേക്ക് മടങ്ങലാണ് സ്വവാബ്, ശരിയായിട്ടുള്ളത്. ഇതേപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ഫത്വയിൽ ഇത് കാണാം. എന്ത് 80 കിലോമീറ്റർ, അദ്ദേഹത്തിന്റെ ഫത്വയിൽ 70 കിലോ എന്ന് കാണാം, 80 കിലോ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ട് പറയുന്നുണ്ട്. എന്ത് ഇങ്ങനെ ഈ ലാഹിയത്ത് ലവാഹി, ഇങ്ങനെ ഈ ഏരിയകള്, അതിന്റെ ആ പ്രദേശത്തിന്റെ ഏരിയകള് അത് നമുക്ക് വസ്വാസാകുകയാണെങ്കിൽ അങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ വരും. അതേപോലെ തന്നെ നമ്മൾ യാത്ര ചെയ്യുന്നത് സയ്യാറാത്ത് കാറുകളിലൊക്കെയാണ്. അപ്പൊ നമുക്ക് ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളത് എന്താണ്? ഈ 70 കിലോ, ഈ തഹദീദാണ്. 70 കിലോമീറ്റർ അല്ലെങ്കിൽ 80 കിലോമീറ്റർ അത് സ്വീകരിക്കലായിരിക്കും എന്ത് അഹ്വത്ത്, ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളത് എന്നാരും വിശദീകരിക്കുന്നുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് വൈദാ കാന ഫീ അഖല്ല മിൻഹാ കൽ 50 വൽ 40, ചിലപ്പോൾ എന്തായിരിക്കും 50 കിലോമീറ്ററോ 40 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ. ഫൽ അഹ്വത്ത്, അപ്പോൾ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളത് അല്ല എക്സ്വറ,
കസ്റാക്കാതിരിക്കലാണ്. അന്നഹ തുഷ്ബിഹുൽ ലവാഹിലിൽ ബലദി, കാരണം ആ നാട്ടിന്റെ ഏരിയകൾ ചിലപ്പോൾ നമുക്ക് അവ്യക്തത ആയിട്ട് അനുഭവപ്പെടും. ആ പ്രദേശം നമ്മൾ വിട്ട് കടക്കണം എന്നുള്ളതാണല്ലോ. അപ്പൊ ചിലപ്പോൾ 40 50 ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ സന്ദർഭത്തിൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ എന്താണ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലതെന്താണ് ആ ഒരു 70 അല്ലെങ്കിൽ 80 ആ ഒരു തഹദീദ് സ്വീകരിക്കലാണ് എന്നുള്ളത് ഷെയ്ഖ് ബിൻ ബാസിന്റെ ഫത്വയിലും നമുക്ക് കാണാം. അത് വളരെ വിശദമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, നമുക്കത് വിശദീകരിക്കാൻ സമയമല്ല, ദീർഘമായിട്ടുള്ള ഒരു ഫത്വയാണ്. അപ്പൊ രണ്ട് കൂട്ടർക്കും അതിൻ്റെതായ തെളിവുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ വിഷയം നമ്മൾ മനസ്സിലാക്കുക. ദൂരം നിർണയിച്ച് പറഞ്ഞ ആളുകൾ അത് 4 ബുർദ് ഏതാണ്ട് 80 അല്ലെങ്കിൽ 83 79 അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകാം. തഖരീബാണ് ഏതാണ്ട് ഏകദേശം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അതല്ലാത്ത ആളുകൾ പറഞ്ഞു അത് അങ്ങനെ തന്നെ പറയാൻ പറ്റൂല, കാരണം അതിനെതിരായ തെളിവുകൾ ഹദീസുകൾ തന്നെ വന്നിട്ടുണ്ട്. അപ്പോ 3 ഫർസഖ് എന്താണ് യാത്രയാണ്, അല്ലെങ്കിൽ അത്ര മൈൽ അല്ലെങ്കിൽ ഇത്ര ഇത്. അപ്പൊ അത് ഹദീസുകളിലും ആസാറുകളിലും 4 ബുർദിനേക്കാൾ കുറഞ്ഞതിലും അവർ ഖസ്റാക്കിയിട്ടുണ്ട്. അപ്പൊ യാത്രയാണോ നമുക്ക് ഖസ്റാക്കാം എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ള നിലപാട്. എന്നാൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ ഈ ചർച്ചയ്ക്കിടയിലാണ് അദ്ദേഹം ഇത് പറയുന്നത്. ഇത് മജ്മൂ ഫത്താവിൽ അദ്ദേഹം പറഞ്ഞു, മസായിലുൽ ഇജ്തിഹാദി, ഇത് ഈ ഇത്തരത്തിലുള്ള ഇജ്തിഹാദി ആയിട്ടുള്ള മസ്അലകൾ മൻ അമില ഫിഹ, ആരെങ്കിലും അതിൽ ഒരു നിലപാട് അമല് ചെയ്തു, ബി ഖൗലി ബഅദിൽ ഉലമാ, ചില പണ്ഡിതന്മാരുടെ ഖൗലിനനുസരിച്ച് ആരെങ്കിലും അമല് ചെയ്താൽ ലം യുൻകർ അലൈഹി വലം യുഹ്ജർ, അതിന്റെ പേരിൽ അവനെ വെറുക്കാനോ അവനെ മാറ്റി നിർത്താനോ പറ്റില്ല. വമൻ അമില ബിഅഹദിൽ ഖൗലി ലം യുൻകർ അലൈഹി, ഇത് മജ്മൂ ഫത്താവ ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു വാചകമാണ് മജ്മൂ ഫത്താവയിൽ. അപ്പൊ ഈ രണ്ട് നിലപാടും നമ്മൾ മനസ്സിലാക്കുക, വിഷയങ്ങൾ കൂടുതലായിട്ട് പഠിക്കുക. ഇൻഷാ അല്ലാഹ് ഒരു ക്ലാസ് കൂടി ഈ വിഷയത്തിലുണ്ടാകും. അതിനുശേഷം നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് കടക്കും. ഇനി നമുക്കിതിൽ പറയാനുള്ളത് ബാങ്കിന്റെ ഇഖാമത്തുണ്ട്. അതേപോലെ തന്നെ നമ്മള് നമസ്കാരം ജമ്മും കസ്റാക്കി നിസ്കരിച്ചു, പിന്നെ നാട്ടിലേക്ക് തന്നെ തിരിച്ചെത്തി, പിന്നെ അത് വീണ്ടും തിരിച്ചു നിസ്കരിക്കണം. അതേപോലെ തന്നെ നമ്മൾ യാത്ര പോകുമ്പോൾ ആ നാട്ടിലുള്ള ഒരു പള്ളിയിൽ ജമാഅത്തിന് ചേർന്നു, അപ്പൊ നമുക്ക് കസ്റാക്കാൻ പറ്റുമോ, അതെല്ലാം അവിടെ പൂർത്തിയാക്കി നിസ്കരിക്കണം. അതുകൂടി നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. ഏതാണ്ട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി വല്ലതും പറയാൻ ബാക്കിയുണ്ടെങ്കിൽ അത് ഓർമ്മിപ്പിച്ചാൽ അതുകൂടി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാവുന്നതാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കാണ്. അപ്പൊ നിങ്ങൾ വളരെ ചുരുക്കത്തിൽ പറഞ്ഞിട്ടാണ് ഇപ്പൊ നമുക്ക് ഇത്ര ആയത്. അപ്പോൾ ഇത് ബാക്കിയുള്ളത് നിങ്ങൾ പഠിക്കണം, നിങ്ങൾ റെഫർ ചെയ്യണം. സംശയങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ പറയണം. ഇതിന്റെ എല്ലാ ഭാഗവും വിശദമായിട്ട് പറയാനോ അത് വിശദീകരിക്കാനോ നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് ചുരുക്കി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ ഇതിൽ വളരെ വിശദമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഓരോ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒരുപാട് ദീർഘിച്ചു പോകും. അപ്പോൾ ഈ തെളിവുകൾ നമ്മൾ പഠിക്കുക, വിഷയങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. വിഷയങ്ങൾ പഠിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകളും അല്ലാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. വിഷയങ്ങൾ കൂടുതലായി പഠിക്കുവാനും അറിഞ്ഞ് മനസ്സിലാക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ അനുധാവനം ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടു പോയ സഹോദരി സഹോദരങ്ങൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. وآخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.